ഈ സെഷനിൽ മെഷീൻ ത്രെഡിംഗ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ലോവർ ത്രെഡും അപ്പർ ത്രെഡും ത്രെഡ് ചെയ്യാൻ കഴിയും. ബോബിൻ ലോവർ ത്രെഡ് ഉപയോഗിച്ച് വൈൻഡ് ചെയ്യുക, ബോബിൻ കേസിൽ നിന്ന് ബോബിൻ നീക്കം ചെയ്യുക, നീഡിൽ ബാർ ഉപയോഗിച്ച് നീഡിൽ കയറ്റുക, കൂടാതെ സ്റ്റിച്ചിൻ്റെ നീളം, ത്രെഡ് ടെൻഷൻ, പ്രസർ ഫൂട്ട് പ്രഷർ എന്നിവ ക്രമീകരിക്കാനും കഴിയും. സ്യൂയിങ് മെഷീൻ്റെ അപ്പർ പാർട്ട് ത്രെഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സ്പൂൾ പിന്നിൽ ത്രെഡിന്റെ സ്പൂൾ ഇടുക. ത്രെഡ് ഗൈഡിലേക്ക് ത്രെഡ് കൊണ്ടുവരിക. ടെൻഷന്റെ മെറ്റൽ ഡിസ്കിന് ഇടയിൽ ത്രെഡ് വലിക്കുക. ത്രെഡ് ടേക്കപ്പ് ലിവറിലേക്ക് ത്രെഡ് കൊണ്ടുവന്ന് അത് പോകുമ്പോൾ ഉയർത്തുക. ത്രെഡ് ഗൈഡിലേക്ക് എത്തിക്കാനായി ത്രെഡ് താഴേക്ക് വലിക്കുക. ലോവർ ത്രെഡ് ഗൈഡിലൂടെ അത് വലിക്കുക. നീഡിൽ ത്രെഡ് ചെയ്യുക. ഇനി സ്യൂയിങ് മെഷീന്റെ ലോവർ പാർട്ട് ത്രെഡ് ചെയ്യുന്നത് നോക്കാം. ബോബിൻ കേസ് ലാച്ചിലേക്ക് വലിച്ചിരിക്കുന്ന ബോബിൻ കേസ് നീക്കം ചെയ്യുക. കേസിൽ നിന്ന് ബോബിൻ നീക്കം ചെയ്യുക. ത്രെഡ് വൈൻഡ് ചെയ്യുക. ബോബിൻ കേസിലേക്ക് തിരികെ വെക്കുക. കുറഞ്ഞത് 4 ഇഞ്ച് നീളമുള്ള ചെറിയ സ്ലോട്ടിലൂടെ ത്രെഡ് വലിക്കുക. ഷട്ടിലിനുള്ളിൽ ബോബിൻ കേസ് തിരുകുമ്പോൾ കേസ് ലോക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുവെന്ന് ഉറപ്പാക്കുക. സൂചിയിലൂടെ ബോബിന്റെ ത്രെഡ് ലഭിക്കുന്നതിന് ബാലൻസ് വീൽ മുന്നോട്ട് റോൾ ചെയ്യുക. മുകളിലും താഴെയുമുള്ള ത്രെഡ് ഒന്നിച്ച് 4 ഇഞ്ച് വലിക്കുക. ബോബിൻ വിൻഡ് ബോബിനിൽ ത്രെഡ് വൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നു. ചിലവ ബോബിൻ നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിർത്തുന്നു. ബോബിൻ കേസ് മുകളിലെ ത്രെഡ് ക്യാച്ച് ചെയ്യാനായി യഥാസ്ഥാനത്തേക്ക് നീങ്ങുകയും സൂചി ബോബിൻ ചേംബറിലേക്ക് താഴ്ത്തിയിരിക്കുന്നതിനാൽ സ്റ്റിച്ചിങ് രൂപപ്പെടുകയും ചെയ്യുന്നു. ബോബിൻ നീക്കം ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങൾ നോക്കാം. ഷട്ടിൽ കവർ തുറക്കുക. ബോബിൻ കേസിംഗ് പുറത്തെടുക്കുക. കേസിംഗിൽ നിന്ന് ബോബിൻ നീക്കം ചെയ്യുക. ത്രെഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സ്പൂൾ പിൻ കണ്ടെത്തുക. ത്രെഡ് അഴിക്കുക. സ്പൂൾ പിന്നിൽ ത്രെഡിന്റെ സ്പൂൾ സ്ഥാപിക്കുക. ത്രെഡ് ഗൈഡിലൂടെ നിങ്ങളുടെ ത്രെഡിന്റെ അവസാനം സ്ലൈഡ് ചെയ്യുക. മെഷീന്റെ ടെൻഷൻ ഡിസ്ക് കണ്ടെത്തുക. ടെൻഷൻ ഡിസ്കിന് ചുറ്റും ഒരു തവണ ത്രെഡ് പൊതിയുക. ബോബിൻ വൈൻഡ് ചെയ്യാനുള്ള ഘട്ടങ്ങൾ ഇതാ. ബോബിൻ ത്രെഡ് ചെയ്യുക. ബോബിൻ വൈൻഡർ കണ്ടെത്തുക. വൈൻഡറിൽ ബോബിൻ ഇടുക. ബോബിൻ വൈൻഡർ ലോക്ക് ചെയ്യുക. ത്രെഡിന്റെ അവസാനം ഹോൾഡ് ചെയ്യുക. ഫുട്ട് പെഡൽ താഴേക്ക് അമർത്തുക. ത്രെഡ് ഉപയോഗിച്ച് ബോബിൻ നിറയ്ക്കുക. ത്രെഡ് മുറിക്കുക. ബോബിൻ വൈൻഡർ വീണ്ടും ഇനീഷ്യൽ പൊസിഷനിലേക്ക് തള്ളുക. വൈൻഡറിൽ നിന്ന് ബോബിൻ നീക്കം ചെയ്യുക. സ്യൂയിങ് മെഷീന് വിവിധ തരത്തിലുള്ള നീഡിലുകളുണ്ട്. അവയുടെ ഉപയോഗം അനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. സൂചിയുടെ മുകൾ ഭാഗത്തെ ഷാങ്ക് എന്ന് വിളിക്കുന്നു. താഴത്തെ ഭാഗത്തെ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നു. ഷാങ്കിന്റെ ഒരു വശം പരന്നതും മറുവശം വൃത്താകൃതിയിലുള്ളതുമാണ്. വൃത്താകൃതിയിലുള്ള ഭാഗത്ത് ഒരു ദീർഘസുഷിരമുണ്ട്. ഇത് സ്റ്റിച്ച് രൂപപ്പെടുത്തുമ്പോൾ ത്രെഡിനെ ലീഡ് ചെയ്യുകയും അമിതമായ ഘർഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. നീഡിൽ ബാർ ഒരു സ്റ്റീൽ റോഡാണ്. ഇത് ക്ലാമ്പിന്റെ സഹായത്തോടെ നീഡിലിനെ ഒരറ്റത്ത് ഹോൾഡ് ചെയ്യുന്നു.
നീഡിൽ ബാറിലേക്ക് സൂചി ശരിയായി ഘടിപ്പിക്കാൻ ഇനി പറയുന്ന ഘട്ടങ്ങൾ പാലിക്കണം. സൂചി ഇൻസേർട്ട് ചെയ്യുന്നതിന് നീഡിൽ ബാർ ഉയർന്ന തലത്തിലേക്ക് വലിക്കുക. സൂചി ശരിയാക്കാൻ സ്ക്രൂ അല്ലെങ്കിൽ നീഡിൽ ക്ലാമ്പ് അഴിക്കുക. ഇവിടെ ഒരു ഗ്രൂവ് അഥവാ ഒരു ദീർഘസുഷിരം ഉണ്ടെന്ന് ഓർമ്മിക്കുക. സൂചി ഒരു നേർരേഖയിൽ ഗ്രൂവിലേക്ക് തിരുകുക. സൂചി ശരിയായി പിടിപ്പിക്കാൻ നീഡിൽ ക്ലാമ്പ് സുരക്ഷിതമായും ടൈറ്റായും വെക്കുക. അപ്പോഴും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഷീന്റെ മാനുവൽ പരിശോധിക്കുക. ഇനി സ്റ്റിച്ചിന്റെ നീളം ക്രമീകരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പൊതുവെ നല്ല തുണിത്തരങ്ങൾക്ക് ചെറിയ തുന്നൽ ആവശ്യമാണ്. ഉദാഹരണത്തിന് 2.5 സെന്റിമീറ്ററിന് 16 മുതൽ 20 വരെ തുന്നലുകൾ. വെയ്റ്റ് ഫാബ്രിക്സിന് ഇടത്തരം തുന്നൽ ആവശ്യമാണ്, അതായത് 2.5 സെന്റിമീറ്ററിന് 12. ഹെവി ഫാബ്രിക്സിന് നീളമുള്ള തയ്യൽ ആവശ്യമാണ്, അതായത് 2.5 സെന്റിമീറ്ററിന് 8 മുതൽ 10 വരെ. മെഷീൻ ബാസ്റ്റിങ്ങിനും മെഷീൻ ഗ്യാദറിങ്ങിനും ഇതിലും നീളമുള്ള സ്റ്റിച്ചിങ് ആവശ്യമാണ്. ഉദാഹരണത്തിന് 2.5 സെന്റിമീറ്ററിന് 6 മുതൽ 8 വരെ. ത്രെഡ് ടെൻഷൻ എന്നത് സ്റ്റിച്ച് ഉണ്ടാക്കുന്നതിന് മെഷീനിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ത്രെഡിന്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ടെൻഷൻ നിയന്ത്രിക്കുന്നതിന് മുമ്പ് മെഷീന്റെ ത്രെഡിംഗ്, ലോവർ അപ്പർ ത്രെഡിംഗ് ശരിയാണെന്ന് ഉറപ്പാക്കുക. ലോവർ അപ്പർ ത്രെഡുകൾക്കിടയിൽ ടെൻഷനിൽ ബാലൻസ് ഉണ്ടാകുമ്പോൾ ഫാബ്രിക്കിന്റെ കനം നടുഭാഗത്തെ സ്റ്റിച്ചിങ്ങിനെ ഒരുമിച്ച് ചേർക്കുന്നു. ഈ സ്റ്റിച്ചുകൾ ആകൃതിയിലും മുറുക്കത്തിലും ഇരുവശത്തും ഒരുപോലെ കാണപ്പെടും. പ്രസർ ഫുട്ട് പ്രഷർ എന്നത് ലോവേർഡ് ഫുട്ട് തുണിയിൽ ചെലുത്തുന്ന മർദ്ദത്തിന്റെ അളവാണ്. ഈ മർദ്ദം ഫാബ്രിക് ഫുട്ടിന് താഴെയുള്ള ഫാബ്രിക് ഫീഡിനെ ബാധിക്കുന്നു. പ്രഷർ വളരെ ഉയർന്നതാണെങ്കിൽ ഫുട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ഫാബ്രിക് ശരിയായി ഫീഡ് ചെയ്യില്ല. നിങ്ങളുടെ അറിവ് പരിശോധിക്കേണ്ട സമയമാണിത്. ഇതിന് നിങ്ങൾക്ക് ബോബിൻ കേസ്, ത്രെഡ്, സൂചി, സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ എന്നിവ ആവശ്യമാണ്. അപ്പർ ത്രെഡ് മെഷീനിലേക്ക് ത്രെഡിംഗ് ചെയ്യുക എന്നതാണ് ടാസ്ക്. അപ്പർ ത്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ത്രെഡ് ടേക്ക് അപ്പ് ലിവർ ഉയർത്തുക. ഇത് ത്രെഡിംഗ് എളുപ്പമാക്കുകയും സ്യൂയിങ് ചെയ്യുമ്പോൾ ത്രെഡ് പുറത്തു വരുന്നത് തടയുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾക്കനുസരിച്ച് മെഷീൻ ത്രെഡ് ചെയ്യുക. മെഷീൻ ത്രെഡിംഗ് എന്ന വിഷയത്തിൽ ഈ സെഷന്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്ക് ലോവർ ത്രെഡും അപ്പർ ത്രെഡും ത്രെഡ് ചെയ്യാൻ കഴിയും. ബോബിൻ ലോവർ ത്രെഡ് ഉപയോഗിച്ച് വൈൻഡ് ചെയ്യുക. ബോബിൻ കേസിൽ നിന്ന് ബോബിൻ നീക്കം ചെയ്യുക. നീഡിൽ ബാർ ഉപയോഗിച്ച് നീഡിൽ കയറ്റുക. കൂടാതെ സ്റ്റിച്ചിന്റെ നീളം, ത്രെഡ് ടെൻഷൻ, പ്രസർ ഫുട്ട് പ്രഷർ എന്നിവ ക്രമീകരിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു.